വലിയ ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങളാണ് ചർച്ചകൾക്ക് തുടക്കമിട്ടത്. ആർക്ക് വേണ്ടിയിട്ടാണ് അത്? UDFന് വേണ്ടിയിട്ടാണ് എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. എന്താണ് വാർത്ത? ജോസ് കെ മാണി LDF വിടുന്നു, UDFിലേക്ക് പോകുന്നു. ഇത് അടിസ്ഥാന വാർത്ത ഇതാണ്. ഇതിന് മുകളിൽ പലതും കെട്ടിപ്പോക്കുന്നുണ്ട് മാധ്യമങ്ങൾ. അതിലൊന്ന്, ദില്ലിയിൽ കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തി, ഹൈക്കമാൻഡ് ഇടപെട്ടു. UDFിലേക്ക് ജോസ് കെ മാണിയുടെ തിരിച്ചുവരവിനെ ഹൈക്കമാൻഡ് പച്ചക്കൊടി കാണിച്ചു. സോണിയാഗാന്ധി ജോസ് കെ മാണിയുമായി ചർച്ച നടത്തി. KC വേണുഗോപാലിന്റെ കാർമ്മികത്വത്തിലാണ് കാര്യങ്ങൾ മുഴുവൻ നടക്കുന്നത് ദില്ലിയിൽ. ഇതാണ് ഒരു വാർത്ത. മറ്റൊരു വാർത്ത, ദുബായിലാണ് ചർച്ചകൾ നടക്കുന്നത് എന്നാണ്. മുസ്ലിം ലീഗാണ് മുൻകൈയെടുക്കുന്നത്. ദുബായിലെ മുസ്ലിം ലീഗുമായി അടുപ്പമുള്ള വ്യവസായിയുടെ വീട്ടിൽ രഹസ്യ ചർച്ച നടന്നു. ജോസ് കെ മാണി UDFിൽ എത്തും, പച്ചക്കൊടി കാണിച്ചു കഴിഞ്ഞു മുസ്ലിം ലീഗ്. എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് മുസ്ലിം ലീഗ് എന്ന് ജോസ് കെ മാണിയെ അറിയിച്ചിട്ടുണ്ട്. ഇതാണ് മറ്റൊരു വാർത്ത. ഇനിയും വാർത്തകളുണ്ട്. അത് UDFിലേക്ക് ജോസ് കെ മാണി പോയാൽ 2 MLA മാർ LDFിൽ ഉറച്ചു നിൽക്കും എന്ന് വെച്ചാൽ കേരള കോൺഗ്രസ് മാണി പിളരും. ജോസ് കെ മാണിയുടെ കൂടെ 2 MLA മാർ LDFിൽ ഉറച്ചു നിൽക്കും. റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും. അവർ അത് പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്ന് വെച്ചാൽ UDFിലേക്ക് ജോസ് കെ മാണി വന്നാൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പിളരും. പിളർത്തിയിട്ടെങ്കിലും ജോസ് കെ മാണിയെ UDFിൽ എത്തിക്കണം. ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് 3 ബിഷപ്പുമാരാണ് എന്ന വാർത്തകളും സമാന്തരമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ UDFിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയതാണ് ജോസ് കെ മാണിയെ. ജോസ് കെ മാണിയുടെ പിറകിൽ അണികളില്ല, ആരുമില്ല എന്ന് പറഞ്ഞ് നാണം കെടുത്തി ഇറക്കി വിട്ടതാണ് എന്നോർക്കണം. അപ്പോൾ കൈപിടിച്ച് LDFിലേക്ക് കൊണ്ടുവന്നത് അന്ന് കോടിയേരി ബാലകൃഷ്ണനായിരുന്നു, CPIMന്റെ സംസ്ഥാന സെക്രട്ടറി. അതുമാത്രമല്ല, അദ്ദേഹത്തിന് ജോസ് കെ മാണിക്ക് രാജ്യസഭ സീറ്റും നൽകി എന്നുകൂടി ഓർക്കണം. LDF അധികാരത്തിൽ വന്നപ്പോൾ ഒരു മന്ത്രിസ്ഥാനം നൽകി, ജയിക്കാൻ കഴിയുന്ന ഷുവർ സീറ്റ് നൽകി. CPMന്റെ കയ്യിലുണ്ടായിരുന്ന സീറ്റ് പ്രമോദ് നാരായണന് വേണ്ടി നൽകി, ജയിപ്പിച്ചെടുത്ത് MLA ആക്കി. അങ്ങനെ നല്ല വിട്ടുവീഴ്ചകൾ LDF ചെയ്തിട്ടുണ്ട് ജോസ് കെ മാണിക്ക് വേണ്ടി. ആ ജോസ് കെ മാണി LDF വിട്ട് UDFിലേക്ക് പോകും എന്ന വലിയ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എല്ലാം നിഷേധിച്ചുകൊണ്ട് ഇതാ ജോസ് കെ മാണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്താണ് എഴുതിയിരിക്കുന്നത്? കേരള കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാട് ഇടതുമുന്നണിക്കൊപ്പം എന്ന് പലവട്ടം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഒഴിവാക്കാനാകാത്ത ചില സ്വകാര്യ ആവശ്യങ്ങൾ ഉള്ളതിനാലാണ് കേരളത്തിന് പുറത്ത് ഇപ്പോൾ യാത്ര ചെയ്യേണ്ടി വരുന്നത്. ഇക്കാരണത്താലാണ് തിരുവനന്തപുരത്തെ ഇടതുമുന്നണി സംഘടിപ്പിച്ച സമരപരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത്. ഈ വിവരം മുന്നണി നേതാക്കളെ മുൻകൂർ അറിയിച്ചിട്ടുള്ളതാണ്. കൂടാതെ പാർട്ടിയുടെ മുഴുവൻ MLA മാരും പ്രസ്തുത പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാട് സംബന്ധിച്ച് ഇപ്പോൾ പുറമേ നടക്കുന്ന ചർച്ചകൾക്ക് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല. സത്യം ഇതായിരിക്കെ ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് ബോധപൂർവം പാർട്ടിയെ അസ്ഥിരപ്പെടുത്താനുള്ള അജണ്ടയുടെ ഭാഗമാണ്. കേരള കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും എന്ന് വെച്ചാൽ മുന്നണി വിടും എന്ന ഈ അഭ്യൂഹങ്ങളെല്ലാം തള്ളുകയാണ് ജോസ് കെ മാണി, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ചെയർമാൻ. 2 മണിക്കൂർ മുമ്പാണ് ഈ പോസ്റ്റ് വന്നിരിക്കുന്നത്. ഇപ്പോൾ സമയം 4 മണി എന്ന് വെച്ചാൽ 2 മണിയോടടുപ്പിച്ചാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇന്നത്തെ പോസ്റ്റാണ് എന്ന് വെച്ചാൽ 2026 ജനുവരി 13 ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് ജോസ് കെ മാണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. രാവിലെ നടന്ന ചർച്ചകളെല്ലാം ഇതോടുകൂടി ഒന്ന് അവസാനിച്ചിട്ടുണ്ട്. ഇനിയും ചർച്ചകൾ നടന്നുകൊണ്ടേയിരിക്കും. എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്നത്? അല്ലെങ്കിൽ എന്തിനാണ് ജോസ് കെ മാണിയുടെ പിറകെ കോൺഗ്രസ് നേതാക്കൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്? കുറെ കാലമായി നടക്കുന്നു. ആത്മവിശ്വാസമില്ല. ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ജയിക്കുമെന്ന ആത്മവിശ്വാസമില്ല. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും വമ്പിച്ച വിജയം നേടിയെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിനും UDFിനും ഇതാ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നിലവിലുള്ള സംവിധാനം വെച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ കൂടെ കൊണ്ട് വരുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. നിലവിലുള്ള UDFിന് ജയിക്കാൻ കഴിയില്ല, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെയും കൂടി കൂട്ടിയാൽ ജയിച്ചു പോയാലോ? ഇതാണ് ഇപ്പോഴത്തെ ചിന്ത.
ആത്മവിശ്വാസക്കുറവ് UDF നേതാക്കളിൽ, കോൺഗ്രസ് നേതാക്കളിൽ പ്രകടമാണ് എന്നർത്ഥം.